ഇത് ഗുജറാത്തിലെ ഒരു നഗരത്തിലെ ബസാറാണ്. മാണിക് ബസാർ എന്നാണ് ഇതിനു പേർ. പക്ഷേ മാണിക് ബസാർ നിലകൊള്ളുന്ന ഈ നഗരത്തിന്റെ പേര് ഭാരതീയർക്ക് സുപരിചിതമാണ്. പോർബന്ദർ, നമ്മുടെ രാഷ്ട്രപിതാവിന്റെ ജന്മസ്ഥലം. ഇവിടെയാണ് 1869 ഒക്ടോബർ 2 മഹാത്മാഗാന്ധി ജനിച്ചത്. ഉയർന്ന രാജ്യബോധമുണ്ടായിരുന്ന അച്ഛൻ കരംചന്ദ് ഗാന്ധിയിൽ നിന്നും തികഞ്ഞ ഈശ്വരവിശ്വാസിയായ അമ്മ പുത്ലിഭായിയിൽ നിന്നും സത്യത്തിന്റെ, സ്നേഹത്തിന്റെ വില മനസ്സിലാക്കിയ മകൻ അത് ലോകത്തെയും പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ കീർത്തിമന്ദിരം ലോകത്തിനു മുഴുവനും ഒരു പാഠശാലയാണ്. തുറന്ന ജനാലകളിലൂടെ സദാ വെളിച്ചം വീഴുന്ന കീർത്തിമന്ദിരത്തിന്റെ അകത്തളങ്ങളിൽ ചെറിയ അറകളും മുകൾത്തട്ടിൽ ഗാന്ധിജിയുടെ പഠനമുറിയുമുണ്ട്. കീർത്തിമന്ദിരം പ്രൗഢമായ ഒരു ഭാവത്തോടു കൂടിയാണ് ഇന്ന് നിലനിൽക്കുന്നത്. ഗാന്ധിജിയുടെ ജന്മഗൃഹത്തിനോട് ചേർന്ന് തന്നെ അദ്ദേഹത്തിന്റെ സന്ദേശങ്ങൾ ഉൾക്കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള കീർത്തിമന്ദിരം ചരിത്ര വിദ്യാർത്ഥിക്കും ദേശസ്നേഹിക്കും വിദേശിക്കും ഒരേപോലെ ഊർജം പകരുന്ന സ്മാരകമാണ്. ഇവിടെ ഗാന്ധിജിയുടെ കണ്ണടയും അദ്ദേഹത്തിന്റെ തൂലികയും ചരിത്രത്തിലെ അനശ്വര മുഹൂർത്തങ്ങളെ ആവാഹിച്ച നിശ്ചല ചിത്രങ്ങളും കാണാനാകും. എല്ലാ വിശ്വാസങ്ങളും ഒന്നെന്ന ചിന്തയിൽ അടിയുറച്ച് വിശ്വസിച്ച ഗാന്ധിജിയുടെ ലാളിത്യവും ത്യാഗവും സ്നേഹവും ഇല്ലായിരുന്നുവെങ്കിൽ ഭാരതത്തിന് സ്വാതന്ത്ര്യമുണ്ടാകുമായിരുന്നില്ല. സബർമതി കലികാലത്തിന്റെ കടുത്ത വേനലിലും വറ്റാതിരിക്കുവാൻ വരം നേടിയിട്ടുള്ളവളാണ്. സബർമതിയുടെ ഈ ആശ്രമഭൂമിയും എല്ലാ സംഘർഷങ്ങളും അകറ്റി ശാന്തി നൽകുന്നു. 1917 മുതൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരുക്കങ്ങൾക്ക് സാക്ഷിയായിരുന്നു സബർമതി. 1918 മുതൽ 1921 വരെ ഇവിടെ പാർത്തിരുന്ന വിനോബ ഭാവെയുടെ സത്യത്തിന്റെ ശക്തിയും ഗാന്ധിയൻ സങ്കല്പങ്ങളിൽ ആകൃഷ്ടയായ മാൻഡലൈൻ സ്ലീഡ് എന്ന ഇംഗ്ലീഷ് വനിതയുടെ ആദരവിന്റെയും കുടിലുകൾ വാഴുന്ന ഭൂമിയാണ് ഇത്. 1915 ജനുവരി 5 വിദേശത്ത് നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങി വന്ന ഗാന്ധിജി കൊച്ചാരബ് എന്ന സ്ഥലത്ത് ഒരു സത്യാഗ്രഹ ആശ്രമം തുടങ്ങി 2 വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടേക്ക് എത്തുന്നത്. അന്നു മുതൽ ഇന്നുവരെയും ഈ ആശ്രമം ഗാന്ധിജിയുടെ സന്ദേശങ്ങളും നിർദ്ദേശങ്ങളും കൃത്യമായി പാലിച്ചു പോരുന്നു. ഗാന്ധിജി ഉപയോഗിച്ചിരുന്ന മുറിയാണ്. പുറത്ത് സബർമതി നിറഞ്ഞൊഴുകുമ്പോൾ ഇവിടെ അദ്ദേഹം നിലത്ത് വിരിച്ച മെത്തയിലിരുന്ന് ചർക്കയിൽ നൂൽ നൂൽക്കുകയോ എഴുതുകയോ ആയിരുന്നു. ദിവസവും രാവിലെ പുതിയ പൂക്കൾ വെച്ചുകൊണ്ട്, പുതിയ പൂക്കളുടെ സൗരഭ്യം നുകർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ദിവസം തുടങ്ങിയിരുന്നത് സബർമതി ആശ്രമത്തിൽ ഈ മുറിക്കുള്ളിലാണ് എന്ന് മനസ്സിലാക്കുക. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ചർക്കയും നമുക്കിവിടെ കാണുവാനാകും. അതും ഏറ്റവും പരിപാവനമായ വസ്തുതയെ, ചരിത്രത്തിൻ്റെ മുഴുവൻ സ്പന്ദനവുമുള്ള വസ്തുതയെ ഇവിടെ കാത്തു സൂക്ഷിക്കുമ്പോൾ നാം ഇവിടെ എത്തുന്നു, ഈ കാഴ്ചകൾ കാണുന്നു, ഈ ധന്യത മുഴുവനും നാം പകർന്നെടുക്കുന്നു. ഇവിടെ പല നേതാക്കന്മാരും, ഇന്ത്യൻ ചരിത്രത്തിലും ലോക ചരിത്രത്തിലും തന്നെ പ്രസിദ്ധരായ പല നേതാക്കന്മാരും ഇവിടെ എത്തി ഗാന്ധിജിയുമായി സംഭാഷണത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. രവീന്ദ്രനാഥ ടാഗോർ മുതൽ പലരും, വല്ലഭായ് പട്ടേലുമൊക്കെയും ഇവിടെ എത്തി അദ്ദേഹത്തിനോടൊപ്പം സംഭാഷണത്തിൽ ഏർപ്പെട്ടിരുന്നതായി പറയപ്പെടുന്നു. അതുപോലെ തന്നെ വിനോബാജി വരച്ച ഒരു ജീവിത ചക്രം, ഗാന്ധിജിയുടെ ജീവിതചക്രം, അതും നമുക്ക് ഇവിടെയായി കാണുവാനാകും. അദ്ദേഹത്തിൻ്റെ ജീവിതചക്രം സ്വന്തം ഭാഷയ്ക്ക്, സ്വന്തം നാടിന്, സേവനത്തിന്, പാവപ്പെട്ട ജനങ്ങളുടെ, ഏറ്റവും കഷ്ടപ്പെടുന്ന സമൂഹത്തിലെ താഴേക്കിടയിലുള്ള ജനങ്ങൾക്ക്, തൊട്ടുകൂടാത്തവർക്ക് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രയത്നങ്ങൾ, ഹിന്ദി ഭാഷയെ ഉദ്ധരിക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾ, ഇതൊക്കെയും ചേർത്ത് ജീവിതചക്രമായി തന്നെ വിനോബാജി വരച്ചു ചേർത്തിട്ടുള്ളതും ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു.